ഇനി നമ്മൾ ഈ പാമ്പ്ളാനി പിതാവ് പറഞ്ഞതിനെ കുറിച്ച് മറ്റൊരു ആംഗിളിൽ ചിന്തിച്ചാല് അമിത്ഷാ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അല്ലെങ്കിൽ മോദിയും അമിത്ഷാ ഈ കാര്യത്തിൽ എന്തെടുത്തു, എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അവർക്ക് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ പറ്റുമോ? അവർക്ക് ഈ കോടതിയിലെ ജഡ്ജിയെ വിളിച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് പറയാൻ പറ്റുമോ? അവരങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിലുള്ള രാഷ്ട്രീയ ഇടപെടലായിട്ടത് മാറില്ലേ? അവർക്ക് ചെയ്യാവുന്നത് ജാമ്യത്തെ എതിർക്കണ്ട എന്ന് പറയാം. പക്ഷെ ഇവിടെ ജാമ്യത്തെ എതിർത്തു. ജാമ്യത്തെ അതിശക്തമായിട്ട് എതിർക്കാതിരുന്നത് എന്തുകൊണ്ടാ? അതിനുള്ള വകുപ്പ് ഈ എഫ്ഐആർ ഇല്ലാത്തത് കൊണ്ടാ. ഇനി ആര് പറഞ്ഞാലും, ഇനി അങ്ങ് ശക്തമായിട്ട് എതിർക്കാനും പറഞ്ഞാലും പറ്റില്ല. കാരണം എഫ്ഐആറിൽ എന്തെങ്കിലും വേണ്ടേ? മറ്റൊരു വാദമുണ്ട്, കസ്റ്റഡിയിൽ ചോദിച്ചില്ലെന്ന്. അതിനും ഈ വിധിയിൽ തന്നെ ന്യായീകരണം പറയുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നും എഫ്ഐആറിൽ ഇല്ലെന്ന് പിന്നെ എങ്ങനെ ചോദിക്കും? വളരെ പൊള്ളയായ ഒരു എഫ്ഐആർ ആണ് പോലീസ് ഹാജരാക്കിയത്. അതുകൊണ്ട് നീതിബോധമുള്ള ഏതൊരു ജഡ്ജിയും ചെയ്യുന്നത് പോലെ NIA സ്പെഷ്യൽ കോടതിയിലെ ജഡ്ജിയും നമ്മുടെ സിസ്റ്റർമാർക്ക് ജാമ്യം കൊടുത്തു. ഇത്രയേ ഉള്ളൂ.